പ്രൈസ് ദ ലോർഡ്. സ്നേഹമുള്ളവരെ, വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായം 4-ാം തിരുവചനം ആണ് ഇന്ന് നാം വിചിന്തനത്തിനായി എടുത്തിരിക്കുന്നത്. നീ ദാനധർമ്മം ചെയ്യുമ്പോൾ അത് രഹസ്യമായിരിക്കേണ്ടതിന് നിന്റെ വലതു കൈ ചെയ്യുന്നത് ഇടതു കൈ അറിയാതിരിക്കട്ടെ. രഹസ്യങ്ങൾ അറിയുന്ന നിന്റെ പിതാവ് നിനക്ക് പ്രതിഫലം നൽകും. പ്രഭാഷകൻ 17:22 തിരുവചനം പറയുന്നു, മനുഷ്യൻ്റെ ദാനധർമ്മത്തെ മുദ്രമോതിരത്തെ എന്ന പോലെ കർത്താവ് വിലമതിക്കുന്നു. അവൻ്റെ കാരുണ്യത്തെ കണ്ണിലെ കൃഷ്ണമണി പോലെ അവിടുന്ന് കരുതുന്നു. നാം ദാനധർമ്മം ചെയ്യുമ്പോൾ അതിന് ഒരു രഹസ്യ സ്വഭാവം ഉണ്ടായിരിക്കണം എന്ന് യേശു വ്യക്തമാക്കുകയാണ്. അതുകൊണ്ടാണ് വലതു കൈ ചെയ്യുന്നത് ഇടത് കൈ അറിയാതിരിക്കണം എന്ന് യേശു പറഞ്ഞത്. മനുഷ്യൻ്റെ ചിന്താഗതികൾ വ്യത്യസ്തങ്ങളാണ്. ദാനധർമ്മം ചെയ്യുമ്പോൾ സമ്പത്ത് കുറഞ്ഞു പോകുകയല്ലേ ചെയ്യുന്നത് എന്ന് ചിന്തിക്കുന്നവരാണ് കൂടുതൽ പേരും. എന്നാൽ മറ്റു ചിലർ മനുഷ്യരിൽ നിന്നും പ്രശംസ ലഭിക്കാൻ വേണ്ടി, മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി, കയ്യടി നേടാൻ വേണ്ടി ദാനധർമ്മം ചെയ്യുന്നവർ നമ്മുടെ സമൂഹത്തിലുണ്ട്. യേശു പറയുന്നു, അവർക്ക് പ്രതിഫലം മനുഷ്യരിൽ നിന്ന് ലഭിച്ചു കഴിഞ്ഞു. സ്വർഗസ്ഥനായ പിതാവിൽ നിന്ന് അവർക്ക് പ്രതിഫലം ഇല്ല എന്ന്. നാം പലപ്പോഴും ചിന്തിക്കുന്നത്, നാം ചെയ്യുന്ന സൽപ്രവർത്തികളും ദാനധർമ്മങ്ങളും മറ്റുള്ളവർ അറിഞ്ഞാലല്ലേ അത് മറ്റുള്ളവർക്ക് മാതൃകയാകുകയും അവരും ദാനധർമ്മങ്ങൾ ചെയ്യുവാൻ സന്നദ്ധരാകുകയും ചെയ്യുന്നത് എന്നാണ്. സത്യത്തിൽ അതിൻ്റെ പിന്നിലുള്ള നമ്മുടെ ചിന്തകൾ, നമ്മുടെ സ്വാർത്ഥതയും മറ്റുള്ളവരുടെ അംഗീകാരവും പ്രശംസയും പിടിച്ചു പറ്റണം എന്ന ചിന്തയുമാണ് എന്നതിൽ ഒരു സംശയവുമില്ല. ദൈവവചനം ലഭിച്ചിരിക്കുന്നത് എല്ലാവർക്കും ഒരേപോലെയാണ്. എന്നാൽ മനുഷ്യൻ ദൈവത്തിൻ്റെ വചനം സ്വീകരിക്കുന്നതിൽ അല്ലെങ്കിൽ അത് ഉൾക്കൊള്ളുന്നതിൽ വ്യത്യാസം വരുന്നതുകൊണ്ടാണ് ചിന്താഗതികളിലും മാറ്റങ്ങൾ ഉണ്ടാകുന്നത്. നിന്നെപ്പോലെ തന്നെ നിൻ്റെ അയൽക്കാരനെ സ്നേഹിക്കണമെന്ന് യേശു കൽപ്പിച്ചിട്ടുണ്ട്. നമ്മുടെ സഹോദരങ്ങൾ വിഷമിക്കുന്നത് കാണുമ്പോൾ അവരെ ആത്മാർത്ഥമായി സഹായിക്കുവാനുള്ളൊരു വിശാലമായ ഹൃദയമാണ് നമുക്കുണ്ടായിരിക്കേണ്ടത്. പൂർവ്വകാലങ്ങളിൽ പ്രവാചകന്മാർ വഴി വിവിധ ഘട്ടങ്ങളിലും വിവിധ രീതികളിലും കർത്താവ് നമ്മുടെ പിതാക്കന്മാരോട് സംസാരിച്ചിട്ടുണ്ട്. എന്നാൽ ഈ അവസാന നാളുകളിൽ തൻ്റെ പുത്രൻ വഴി, അതായത് യേശു വഴി നമ്മോട് സംസാരിച്ചിരിക്കുന്നു. നാം ദാനധർമ്മം ചെയ്യുമ്പോൾ അതിന് രഹസ്യ സ്വഭാവം ഉണ്ടായിരിക്കണമെന്ന് യേശുനാഥൻ പറയുകയാണ്. അതുകൊണ്ടാണ് നമ്മുടെ വലതു കൈ ചെയ്യുന്നത് ഇടത് കൈ അറിയരുത് എന്ന് യേശുനാഥൻ പറയുന്നത്. ദാരിദ്ര്യം അനുഭവിക്കുന്നവരിലും വേദന അനുഭവിക്കുന്നവരിലും അനാഥരിലും ദൈവത്തിൻ്റെ മുഖം കണ്ടുകൊണ്ട് അവരുടെ കണ്ണുനീർ തുടയ്ക്കുമ്പോഴാണ് ദൈവത്തിൻ്റെ ആ സംപ്രീതി അല്ലെങ്കിൽ ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ നമുക്ക് സാധിക്കുന്നത്. യേശു പറഞ്ഞിട്ടുണ്ട്, ഈ എളിയവരിൽ ഒരുവന് ചെയ്തു കൊടുക്കുമ്പോഴെല്ലാം എനിക്ക് തന്നെയാണ് ചെയ്തു തരുന്നത് എന്ന്. നമ്മുടെ സമ്പത്തും കഴിവുകളും ആരോഗ്യവും എല്ലാം ദൈവം തന്നിട്ടുള്ളതാണ്. അത് നമുക്ക് വേണ്ടി മാത്രം ഉപയോഗിക്കാനുള്ളതല്ല. ഇല്ലാത്തവരുമായി നമ്മുടെ കഴിവ് പോലെ പങ്കുവെച്ച് അത് വിനിയോഗിക്കാനാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ഈ ബോധ്യത്തോടെ നാം നമ്മുടെ സമ്പത്തിനെയും നമ്മുടെ കഴിവുകളെയും നമ്മുടെ സമയത്തെയും ആരോഗ്യത്തെയും എല്ലാം ഉപയോഗിക്കുമ്പോഴാണ് ദൈവം സംപ്രീതനാകുന്നത്. ദാനധർമ്മം ചെയ്യുമ്പോൾ അത് ദൈവത്തിന് വേണ്ടി ചെയ്യണം. ദൈവത്തിൻ്റെ ഛായയിൽ തന്നെ സൃഷ്ടിക്കപ്പെട്ട നമ്മുടെ സഹോദരങ്ങളെ നാം സ്നേഹിക്കുകയും അവരെ അംഗീകരിക്കുകയും ചെയ്യുകയാണ് നമ്മുടെ ദാനധർമ്മങ്ങളിലൂടെ. അതുവഴി ദൈവമാണ് മഹത്വപ്പെടുന്നത്. നമുക്ക് ദൈവത്തിൽ നിന്നാണ് പ്രതിഫലം ലഭിക്കേണ്ടത്. ഈ ചിന്തയോടെ നമുക്ക് ജീവിക്കാനായിട്ട് സാധിക്കണം. അപ്പോഴാണ് ഈ ലോകത്തിലുള്ള നമ്മുടെ ജീവിതം ധന്യമായി തീരുന്നത്. എല്ലാവർക്കും ഒരു നല്ല ദിനം ആശംസിക്കുന്നു. ദൈവം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.